ഇങ്ങനെ ആവി പിടിക്കണം നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാനിങ്ങനെ ചെയ്യാറുണ്ട്. അതാകുമ്പോൾ ചൂട് പോവില്ലല്ലോ, ചൂടിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടാട്ടാ ഇങ്ങനെ ചെയ്യണം, ഇല്ലെങ്കിൽ മുഖത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമാവും. പിന്നെ രാവിലെ തന്നെ അടുക്കള നോക്കുമ്പോൾ ഫുൾ അടുക്കളയിൽ പ്രസാദങ്ങളാണ്. അപ്പുറത്ത് നിന്നൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ ഇവിടെ എൻ്റെ നാട്ടിൽ അമ്പലത്തിൽ മാത്രമേ പൂജ വെക്കണം കണ്ടിട്ടുള്ളൂ. ഇവിടെയൊക്കെ വന്നിട്ട് വീട്ടിലും വെക്കും. പിന്നെ ഞാൻ കുറച്ച് എടുത്തുകൊണ്ട് പോയി അതെൻ്റെ മകൾ അറ്റാക്ക് ചെയ്ത്, അത് കഴിഞ്ഞ് പിന്നെ അതൊക്കെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എല്ലാ വീട്ടിലും കോലമൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് എപ്പോഴും ഇടുന്നതാണ്. പൂജയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അതൊക്കെ കണ്ട് അപ്പോഴേക്കും ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കിയപ്പോൾ അതിൽ നിന്ന് വന്നിട്ട് എടുത്തു. പിന്നെ അത് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ചൂട് കോഫി കൊണ്ടു തന്നു. വയ്യാതിരിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഈ പരിഗണനയൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നതും. ഈ പരിഗണന ഞാൻ ചോദിച്ചു വാങ്ങേണ്ടതും കൂടെയാണ്. പിന്നെ അത് കഴിഞ്ഞ് കുളിച്ച് പിന്നെ ഇന്നലെ കട്ട് ചെയ്ത് വെച്ച കുറച്ച് ബ്ലൗസ് ഉണ്ടായിരുന്നു, അതൊരു 3 തയ്ച്ച് തീർത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ പെൻഡിങ് ഉണ്ട്, അതിന് നാളെ തീർക്കണം. അങ്ങനെ അതൊക്കെ കംപ്ലീറ്റ് ചെയ്ത് പിന്നെ ഇനി എന്തായിരുന്നു പരിപാടി? പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല, കിടന്നുറങ്ങണം ഗൈസ്. ഇങ്ങനെ ആവി പിടിക്കണം നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാനിങ്ങനെ ചെയ്യാറുണ്ട്. അതാകുമ്പോൾ ചൂട് പോവില്ലല്ലോ, ചൂടിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടാട്ടാ ഇങ്ങനെ ചെയ്യണം, ഇല്ലെങ്കിൽ മുഖത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമാവും. പിന്നെ രാവിലെ തന്നെ അടുക്കള നോക്കുമ്പോൾ ഫുൾ അടുക്കളയിൽ പ്രസാദങ്ങളാണ്. അപ്പുറത്ത് നിന്നൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ ഇവിടെ എൻ്റെ നാട്ടിൽ അമ്പലത്തിൽ മാത്രമേ പൂജ വെക്കണം കണ്ടിട്ടുള്ളൂ. ഇവിടെയൊക്കെ വന്നിട്ട് വീട്ടിലും വെക്കും. പിന്നെ ഞാൻ കുറച്ച് എടുത്തുകൊണ്ട് പോയി അതെൻ്റെ മകൾ അറ്റാക്ക് ചെയ്ത്, അത് കഴിഞ്ഞ് പിന്നെ അതൊക്കെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എല്ലാ വീട്ടിലും കോലമൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് എപ്പോഴും ഇടുന്നതാണ്. പൂജയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അതൊക്കെ കണ്ട് അപ്പോഴേക്കും ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കിയപ്പോൾ അതിൽ നിന്ന് വന്നിട്ട് എടുത്തു. പിന്നെ അത് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ചൂട് കോഫി കൊണ്ടു തന്നു. വയ്യാതിരിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഈ പരിഗണനയൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നതും. ഈ പരിഗണന ഞാൻ ചോദിച്ചു വാങ്ങേണ്ടതും കൂടെയാണ്. പിന്നെ അത് കഴിഞ്ഞ് കുളിച്ച് പിന്നെ ഇന്നലെ കട്ട് ചെയ്ത് വെച്ച കുറച്ച് ബ്ലൗസ് ഉണ്ടായിരുന്നു, അതൊരു 3 തയ്ച്ച് തീർത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ പെൻഡിങ് ഉണ്ട്, അതിന് നാളെ തീർക്കണം. അങ്ങനെ അതൊക്കെ കംപ്ലീറ്റ് ചെയ്ത് പിന്നെ എന്തായിരുന്നു പരിപാടി? പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല, കിടന്നുറങ്ങണം ഗൈസ്.